കോഫി ഉണ്ടോ? ബ്ലാക്ക് കോഫി മതി. ഷുഗർ വേണ്ട. ചോദിച്ചാലും തരില്ല. കോഫി ഇടും. ബേബി കുറേ നേരമായിട്ട് സൂസൻ ആന്റി വിളിക്കുന്നു. One second. Hi Susan, how are you? Oh, fine. കഴിഞ്ഞ വർഷം മോളുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ട് ഇവിടുന്ന് പോയതാ. ഇത് ഇപ്പോഴാണ് പിന്നെ വിളിക്കുന്നത്. ഓ 18th ബർത്ത്ഡേയോ? അതിനെന്താ, തീർച്ചയായും കൊടുത്തു വിടാം. അത് ഇവിടെ ഞാൻ കുതിരയുടെ അടുത്താ നിൽക്കുന്നത്. അത് കുതിര കാടി കുടിക്കുന്നതിന്റെ ശബ്ദ. ഓ ഭയങ്കര കാട് കൂടിയാ, വയറൊക്കെ പറയൂ. ഞാൻ ഒരു 6 മണിക്കല്ലേ? കുഴപ്പമില്ല, ഒരു 5 മണിയാകുമ്പോ കേക്ക് അവിടെ ഉണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല കേക്ക്. ഓ ശരി ഓക്കെ. എത്ര കിലോ കേക്കാണ്? 1 കിലോയിരിക്കും. ഫോൺ വിളിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നല്ലോ. 1 കിലോ കേക്കല്ല, 3 കിലോ കേക്കാ. 18th ബർത്ത്ഡേയാ. 3 കിലോ കേക്കാ? ലോകത്തോടത്ത് കേക്ക് ഇല്ലാത്ത പോലെ കേക്കുണ്ടായി. 3 കിലോ കേക്കാണെങ്കിൽ സാധനങ്ങൾ വാങ്ങണ്ടേ? എന്തിന്? അതിന്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങണ്ടേ? എല്ലാം ഉണ്ട് ഇവിടെ. ആകെ 2-3 സാധനങ്ങളെ തീർന്നിട്ടുണ്ടാവും. അത് ഞാൻ വാങ്ങിക്കോട്ടെ. അത് ഫ്രെഡി വാങ്ങണ്ട, ഞാൻ ഡഗ്ലസിനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ അത് തന്നെ ചെയ്യണം. പിണങ്ങിയോ? കോഫി വേണ്ടേ? ഒക്കെ പിണങ്ങി. ക്യൂട്ടി കുഞ്ഞുണ്ടോ നോക്കട്ടെ. ജോജോരുടെ മണ്ട കിട്ടുന്നോട്ട് കുഞ്ഞും വേണം. അതായത് ഇന്നിട്ട് അയ്യോ എന്താ അവത്തെ പറ്റി തെന്നിപ്പോയത്. ഇങ്ങനെ വന്നത് സാധനേ അന്നെടുത്ത ബ്രോ. ജോജോ ബ്രോ നോക്കി കണ്ട കളിക്കട്ടാ. അത് കയ്യിൽ നിന്ന് തെന്നിപ്പോയത്. ക്യൂട്ടി ബാ. ഇനി തന്നെയല്ലേ ക്യൂട്ടി? ഇനി ബോള് തന്നെയില്ലല്ലോ. ഇല്ല, നമ്മുടെ കയ്യിൽ ബോള് തന്നെയില്ല. അയ്യോ തെന്നി. ബോള് അയ്യോ തെന്നി. കുറെ നേരം ബോളിലേക്ക് ഞങ്ങള് കല്ലൂർക്ക് എറിയുള്ള കാര്യം. കല്ലൂർക്ക് എറി, ഞാൻ ഇവിടുന്ന് കരിങ്കല്ലൂർക്ക് എറി. പിന്നെ ഭയങ്കര വായ്പ. എന്താണ് ചോദിച്ചോ? എന്താണ് ഡഗ്ലസ് അങ്കിൾ ഇന്ന് ഭയങ്കര ഒരുക്കമായിട്ട്? എങ്ങോട്ടാണ്? എങ്ങനെയുണ്ട്? ഒരു വഴിക്ക് പോവല്ലേ, ഒന്ന് ഒരുങ്ങിക്കാന്ന് വിചാരിച്ചു. അല്ല എവിടെ പോണ്? എവിടെ പോണ് ശരിക്കും? മാർക്കറ്റ് വരെ ഒന്ന് പോണം. ഡഗ്ലസ് ജൂലിമ ഷോപ്പിൽ പോയി ഇത് വാങ്ങിച്ചോ. ഈ 3 സാധനം വാങ്ങിക്കാനാണ് ഇത്രയും വലിയ നീട്ടിപ്പിടിച്ച ലിസ്റ്റ്. ഇത് എഴുതി തന്നില്ലെങ്കിൽ ആവശ്യമില്ലാത്ത മൊത്തം ഇവിടെ എത്തും. അത് പിന്നെ ഒരു ദിവസമൊക്കെ അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ പറ്റുമോ? നിന്റെ കാര്യമല്ലേ, ഒരു ദിവസം അല്ലല്ലോ. ആയ കാലം തൊട്ട് അങ്ങനെയല്ലേ. ഡഗ്ലസ് അങ്കിളെ പോയിട്ട് വരുമ്പോ 2 കവർ നൂഡിൽസും കൂടെ. ജൂലിമ ഞാനിതിനകത്ത് എഴുതിയിരിക്കുന്നത് മാത്രം വാങ്ങിക്കാനാണ് എഴുതി തന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും വാങ്ങിച്ചാൽ തിരിച്ച് അവിടെ തന്നെ കൊണ്ട കൊടുക്കേണ്ടി വരും. പറഞ്ഞേട്ടല്ലേ? നൂഡിൽസ് ക്യാൻസൽ. അപ്പൊ ഞാൻ പോയി വാങ്ങിച്ചിട്ടോ. ഓ കാശ് നീ കൊടുക്കോ? പിന്നെന്തിനാ പോണേ? എന്തൊന്ന് സ്വഭാവമാണിത്. കാശ് കൊടുക്കാൻ കൊണ്ട് അത് തരണ്ടേ? എന്തോന്നുണ്ട് ഡഗ്ലസ് അങ്കിളെ? അയ്യോ ഓ ഈ ഡഗ്ലസ് അങ്കിളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. അതെങ്ങനെ ഒരു ഫോൺ മേടിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ചെക്കൻ സമ്മതിക്കില്ലല്ലോ. അതങ്ങള് മനഃപൂർവ്വം മേടിക്കാത്തല്ലേ? അത് പിന്നെ അങ്ങളുടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും നാട്ടുവിശേഷമൊക്കെ പറഞ്ഞു നടക്കണ്ടേ. ഫോൺ ഉണ്ടെങ്കിൽ അത് പറ്റൂലല്ലോ. നാട്ടുവിശേഷം പറഞ്ഞേ മാർക്കറ്റിലൊക്കെ തെണ്ടിക്കറങ്ങി ഇങ്ങോട്ട് വരട്ടെ. ചെവിക്ക് വിടുവില്ല. ഇത് ഡഗ്ലസ് അങ്കിളിനെ അറിയാലോ, മമ്മ എന്തായാലും ഇവിടെ ചെവിക്ക് പിടിക്കും. അതുകൊണ്ട് അവിടുന്ന് പൊത്തിക്കൊണ്ടായിരിക്കും പറഞ്ഞത് 2 കൈയും വെച്ച്. ഇവനെ മാറ്റിട്ട് വേറെ ആരെങ്കിലും വെക്കായിരുന്നു. എന്തോ ഒന്ന് പ്ലീസ് ഒന്നുകൂടി പറഞ്ഞു.
മനസ്സില്ലേ പറയാൻ? അല്ല മമ്മ എപ്പോഴും പറയാറ് ഞങ്ങളെക്കാളും മുമ്പ് മമ്മക്ക് കിട്ടിയ മോനാണ് ഡഗ്ലസ് അങ്കിൾ തന്നെ. അതുകൊണ്ടാണ് ഡഗ്ലസ് അങ്കിളാണ് ഞങ്ങളെക്കാളും ഈ വീട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യം അല്ലേ? ഇത്രയും നിറയെ നോക്കിയിരുന്നു അങ്ങനെ കാണാനില്ല. അത് ഓരോരുത്തർക്ക് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കും ആലോചനായിരുന്നു. വീണാത്തര മോരാൾ കളിക്കും എന്തോ. അതുകൊണ്ടാണ് 2 സാധനം വാങ്ങാൻ പോയാൽ ഉച്ചയായാലും കാണാനില്ല. എങ്ങനെ വൈകുന്നേരം കൊടുക്കും കേക്ക്? ഒന്ന് പോയി നോക്കടാ ജംഗ്ഷനില്. ഇതൊക്കെ ആവണോ അതേ ഞാൻ പോവാൻ എന്ന് പറഞ്ഞ എങ്ങനെ ഫ്രെഡി 5 മണിക്ക് കേക്ക് കൊടുക്കണ്ടേ? എന്തൊരു ജോലി ചെയ്ത് ഞാൻ ഈ ബർത്ത്ഡേ അന്നാണ് ഓർഡർ ചെയ്തത്. സാധാരണ 2-3 ദിവസം മുമ്പ് ഓർഡർ ചെയ്തില്ലായിരുന്നാ? പിന്നെ അവരെന്താ ഇവർക്ക് മാത്രം അതല്ല, അവരെല്ലാരും ഇവിടെ നിന്നല്ലേ എപ്പോഴും കേക്ക് ഓർഡർ ചെയ്യണം അവരുടെ ഫാമിലിയില്. അപ്പൊ അവര് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നീ ക്ഷമിക്കണ്ട. പറഞ്ഞ സമയത്ത് നമ്മൾ കേക്ക് കൊടുക്കും. ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ജോലി നീ ഓർത്തോ, ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഈ ഫ്രെഡി നിന്നെ ഒറ്റപ്പെടുത്തില്ല. എല്ലാവരും അപ്പയ്ക്ക് മമ്മേനോട് ഭയങ്കര ലബ്ബാണല്ലോ. അപ്പയ്ക്ക് എന്നോട് ലവ് ഇല്ലേ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഒന്നിത്തിരി കൂടിയോ ഒന്ന് ജസ്റ്റ് അസൂയ. എന്നാലും ഡഗ്ലസ് അങ്കിൾ ചെയ്ത പണി. മമ്മ 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 പപ്പ വന്നു. പപ്പ ജൂലി ഞാൻ ലേറ്റായില്ലല്ലോ. ഫാസ്റ്റ് ആയിട്ട് വന്നു. ഓടി വരായിരുന്നു. ഡഗ്ലസിനെ കണ്ടായിരുന്നോ? എല്ലാ കടലും അന്വേഷിച്ച് ഇന്നത്തെ ദിവസം അതാരും അവരെ കണ്ടിട്ടില്ല. ഡഗ്ലസ് അങ്കിൾ എവിടെ പോയോ? ഡഗ്ലസ് അങ്കിൾ എങ്ങോട്ടെല്ലാം പോട്ട്. അപ്പാ നമുക്ക് കേക്ക് ഓൾറെഡി ലേറ്റ് ആയി. കേക്ക് ഞാൻ കുക്ക് ചെയ്യും. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. പപ്പ കണ്ടീഷൻ വേണ്ട. പപ്പ കേക്ക് ബേക്ക് ചെയ്യാം. നീ കേക്ക് വെക്കും. അപ്പൊ ഞാൻ ബേക്ക് ചെയ്യില്ല. പക്ഷെ എനിക്ക് കേക്ക് തരാം. തരാം. വന്നല്ലോ ആള് വന്നല്ലോ. പറയാ വഴി കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ. ഇല്ല ലേറ്റ് ഒന്നും ആയില്ല. താങ്ക് യു. അത് പപ്പ ഇസ് മൈ മമ്മ. ഇത് ആനക്ക് ഹാർബറിൽ സ്വന്തമായിട്ടൊരു ബേക്കറി ഷോപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്ന ലേറ്റാണ് കണ്ടപ്പോ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു. മോളെ ഒരു മിനിറ്റ് മോനെ ഒന്ന് വന്നേ. ഓക്കെ പപ്പ. രണ്ടുപേരും വരുവാണോ? ഓക്കെ. ജോ ഇതൊന്ന് ഹോൾഡ് ചെയ്ത് ഞാൻ പോരാ. ഓക്കെ പോരാ. ജോജോ മമ്മ പപ്പ. എന്താ പപ്പ എന്നിട്ട് താഴെ പറയാം കേക്ക് ഓർഡർ കേക്ക് ഓർഡർ ആയിട്ട് പറഞ്ഞ. അത് പിന്നെ മമ്മ ഇനി കേക്ക് കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ മമ്മയുടെ റെപ്യൂട്ടേഷൻ ബാധിക്കില്ല. അതുകൊണ്ടല്ലേ ഓർഡർ ചെയ്തത്. ഏതെങ്കിലും ബേക്കറിയിൽ കേക്ക് വാങ്ങിച്ച് പാർട്ടി കൊണ്ട് കൊടുത്താൽ അത് മമ്മയുടെ റെപ്യൂട്ടേഷൻ ബാധിച്ചോടാ. ഇവനെ കുറിച്ച് കുറച്ച് മതിപ്പുണ്ടായിരുന്നു, അതിപ്പോ മാറിക്കിട്ടി. അത് എനിക്ക് അവനെ കുറിച്ച് പണ്ടേ മതിപ്പില്ല. ഞാനിപ്പോ കേക്ക് ഓർഡർ ചെയ്ത് ബാഡ് ഡിസിഷൻ എന്നാണ് പപ്പയും മമ്മയും പറയണത്. വളരെ മോശമായി, വളരെ മോശം. നീ ചെന്ന് അവരോട് കേക്കും കൊണ്ട് പോകാൻ പറ. ചെന്ന് പറയടാ. നീ എന്തെങ്കിലും പോയി പറയടാ. വല്ലവരുണ്ടാക്കിയ കേക്ക് കൊണ്ട് പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മോശം ആർക്കടാ? ആർക്കടാ? എടാ എന്നെ ജോലിക്കല്ലേ പാർട്ടിക്ക് ഞാനും ജൂലി കൂടെ ഒരുമിച്ച് കേക്ക് ഉണ്ടാക്കാം അല്ലേ ജൂലി? അങ്ങനെയാണെങ്കിൽ മമ്മയും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പോയി പറയാൻ. ബിസിനസ് ഒക്കെ എങ്ങനെ പോകും? നന്നായിട്ട് പോകും. എന്താ ചോദിച്ചു എത്ര നേരം? സോറി ഇതൊന്ന് എന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത്. ചെറിയൊരു പ്രശ്നം പറ്റിയിരുന്നു. ഡേറ്റ് മാറിപ്പോയി. ഡേറ്റ് ശരിക്കും പറഞ്ഞ് ഇത് അടുത്ത മാസമായിരുന്നു ഞാൻ ഓർഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നിപ്പോ മാറി ഞാൻ ഓർഡർ ചെയ്തല്ലോ. അത് കേക്ക് അന്നെ വെച്ചോളൂ. പൈസ എന്റെ മോൻ തരും. ഞാൻ തരും. ഞാൻ ഇവിടെ നിൽക്കല്ലേ തരും. ഇപ്പൊ തൽക്കാലം എന്നെ പൊക്കോളൂ, ഞാൻ തരാം. ഓക്കെ ഗൂഗിൾ പേ ചെയ്തോളാം. ഓക്കെ. എന്തിനാ പപ്പ? ജോജോ ഹെൽപ്പ് ചെയ്ത് കൊടുക്ക് പപ്പയ്ക്ക്. ശരിക്കും പപ്പ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ. ജൂലി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് അപ്പം, ഇഡലി, ദോശ, ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. വെറുതെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ണിയപ്പം വേണ്ട, നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷെ ബിസിനസിന് വേണ്ടി മാത്രം നമ്മൾ കുക്ക് ചെയ്യരുത്. ഓക്കെ?
ഫ്രെഡി ഒരു കാര്യം ആലോചിക്കണം. ശരിക്കും ഞാൻ 1 കിലോന്റെ കേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കൊടുത്തത്. ആ കേക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അവർ ഈ പ്രാവശ്യം 3 കിലോന്റെ കേക്ക് ഓർഡർ ചെയ്തത്. അവർക്ക് തലയ്ക്ക് ഓളായിട്ട് ക്യാഷ് കൂടുതലുണ്ടെങ്കിലും അങ്ങനെ ഓർഡർ ചെയ്യാമല്ലോ. അതല്ലടാ പൊട്ടാ, പിന്നെന്താ ആ കേക്കിന്റെ ടേസ്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ഈ പ്രാവശ്യം 3 കിലോന്റെ കേക്ക് ഓർഡർ ചെയ്തത്. പക്ഷെ ജൂലിയുടെ എല്ലാ ഇമേജും പോയേനെ. ജോജോ ഒരു കേക്ക് കൊണ്ടുവന്നില്ലേ, അതെങ്ങാനും നമ്മൾ അവിടേക്ക് കൊടുത്തിരുന്നെങ്കിൽ ഫുൾ ഇമേജ് ജൂലിയുടെ തകർന്നനെ. ഇവിടെ എടുത്ത് ഒരു കേക്ക് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അത് നടക്കുന്നത്. പിന്നല്ലാതെ വേറൊരു കാര്യമുണ്ട് ഫ്രെഡി, നമ്മളെ റോസ് ഇല്ലേ, ഏത് റോസ്? എന്റെ ഫ്രണ്ട് റോസ് നമ്മുടെ ബസിലിക്ക പള്ളിയുടെ അവിടെ അവളുടെ ബ്രദർ ഒരു ബേക്കറി തുടങ്ങാൻ പോകുന്നുണ്ട്. ആ ബേക്കറി എടുക്കാനുള്ള കംപ്ലീറ്റ് കേക്ക് നമുക്കാണ് ഓർഡർ ചെയ്യുന്നത്. വലിയ ബേക്കറിയാ? വലിയ ബേക്കറിയാ. ജൂലി എനിക്ക് അവിടെ പറഞ്ഞൊരു ജോബ് വാങ്ങി തരാമോ? വേണോ? ഞാൻ പറയാലോ. അപ്പൊ ജോബിന് പോകുമ്പോൾ എന്താ ഓ പൊളി. അപ്പൊ എന്ന് അത് റീസെന്റ് അല്ല, നമുക്ക് നമ്മുടെ ക്യൂട്ടി ഒന്ന് വലുതാവട്ടെ. അപ്പൊ പിന്നെ പോയത് തന്നെ. അല്ല മമ്മ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ പോവാണോ? നമുക്ക് ലണ്ടനിൽ പോയിട്ട് നമ്മുടെ കുഞ്ഞു ബിസിനസ് വലുതാക്കി വലിയ ഷോപ്പൊക്കെ ആക്കണ്ടേ? അത് വേണം, ഉറപ്പായി. നമുക്ക് ഇംഗ്ലണ്ടിലൊക്കെ പോവാം. ആദ്യം നമ്മൾ ഈ കേക്ക് ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെ. ഇങ്ങോട്ട് തേങ്ങാക്കോല ഇവിടെ കിടന്നാൽ മതി. എന്തോന്ന് പപ്പ? തേങ്ങാക്കൊല കോക്കനട്ട് ടാഞ്ചസ്. പപ്പ ഒരു എഗ്ഗും കൂടെ വേണ്ടേ? അതെന്തോന്ന് പപ്പ? ഇതെന്തോന്ന് പപ്പ? ജൂലി നമ്മൾ ഇംഗ്ലണ്ടിൽ പോകുമ്പോഴേ എന്തായാലും ലിവർപൂളിൽ പോകുമല്ലോ, അവിടെ പൂളിലൊന്ന് കുളിക്കണം. പപ്പ ദാറ്റ്സ് നോട്ട് എ പൂൾ, അതൊരു പ്ലേസ് ആണ് പപ്പ. എനിക്ക് ആ പ്ലേസിൽ പോയിട്ട് എനിക്ക് 2 ലെതർ ജാക്കറ്റ് വെക്കണം. ജംഗ്ഷനിൽ കിടന്ന് വയസ്സാകും. അപ്പളും ജംഗ്ഷൻ ഇവിടുത്തെ ജംഗ്ഷൻ അല്ല, അവിടെ ഇന്റർനാഷണൽ ജംഗ്ഷൻ. I'm sorry. You continue. Excuse me, can we talk stuff? നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യൂടെ? We got a cake to bake. വർക്കൊക്കെ ചെയ്യാം. ഈ ജോയെ അടുപ്പിക്കരുത്, കാരണം എല്ലാ റോ മെറ്റീരിയൽസും ഇൻഗ്രീഡിയൻസും അടിച്ച് കയറ്റും. ജോ Yes, Papa. Papa, I don't confuse, okay? അതിന്റെ ഗാമ്പയുടെ പോയി പറ കൺഫ്യൂഷൻ ആണെങ്കിൽ. പേര് ജോയ് വിട്ടിട്ട് Slowly. അടിച്ചു പൊളിക്കരുത്. ഫ്രെഡി, ജൂലി ഇനി തടസ്സപ്പെടുത്തൽ എനിക്കറിയാമല്ലോ. ജൂലി പറയുമ്പോൾ കേൾക്കുള്ളൂ. ഫ്രെഡി പ്ലീസ് പ്ലീസ് അതെടുത്ത് മാറ്റിട്ട് Papa. This is not a machine gun. Eat വിറപ്പിക്കുന്നതിന് പപ്പ. Yes. Oh, this is really more, right? Yeah. What do you want here? There you go. മതി. ഇല്ല മമ്മ, 2 കപ്സ് ആയിട്ടില്ല. ഞാൻ ഇട്ടു, ആദ്യം ഇട്ടതാ. ആണോ? ഇട്ടു മാറിക്കോ. പപ്പ തെറിപ്പിക്കില്ല പപ്പ. പപ്പ ഇതാ ഇത് പിടിച്ചേ, ഇത് ശരിയാക്കി കൊണ്ടോ. ജൂലി നന്നായി ചെയ്തേ. വിട് മാറി നമ്മൾ കേക്ക് ഉണ്ടായിട്ടുള്ള കേക്ക് ഇവിടെ റൗണ്ട്. എന്റെ ജോ ഇവിടെ റൗണ്ട്. കുറെ റോസാപ്പൂ കേട്ടാ ജൂലി. ഇത് പൂന്തോട്ടമല്ലല്ലോ, ബർത്ത്ഡേ കേക്ക്. ഞാൻ 2-3 റോസാപ്പൂ വയ്ക്കുമ്പോ അതിന് ഭംഗിയല്ലേ? എന്റെ പപ്പ മമ്മ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമുക്ക് വെറുതെ അത് കുളമാക്കണോ? അതൊക്കെ ഓൾഡ് ഫാഷൻ ആവും. കട്ട് ചെയ്തോ? ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മ ഈ കേക്ക് ഉണ്ടാക്കി എന്റെ വേസ്റ്റ് ഇരിപ്പട്ടോ ഉണ്ടെങ്കിൽ ഞാനത് കഴിച്ച് സഹായിക്കാമായിരുന്നു. ആ മുട്ടയുടെ തോട് ഇരിപ്പില്ലേ? നീ ഇത് കഴിച്ചോ ജോ, നിനക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, നല്ലതാ. എന്റെ ജോ മമ്മ ബേക്കറിയുടെ ഓർഡർ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ.
അപ്പൊ ഇനി ഒരുപാട് കേക്ക് വേസ്റ്റ് വരും. നീ സമയം പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് വേസ്റ്റ് മുഴുവൻ തിന്നു നിർത്തോ. സൂപ്പർ. വെക്കട്ടെ മമ്മ? അയ്യോ പെർഫെക്റ്റ്. ബോർഡ് തിരിഞ്ഞു പോയോ? അങ്ങനെ മതി. പപ്പ ഫുൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും രാവിലെ 2 സാധനങ്ങൾ മേടിക്കാൻ പോയ ഡഗ്ലസ് ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. അവനിങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. മമ്മിയുടെ കൊടുവാളും കൊണ്ട് വെട്ടാൻ നിൽക്കുന്ന കാര്യം മിക്കവാറും ഡഗ്ലസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കിഴങ്ങനെ കാര്യമാണ് സംസാരിക്കാനേ. ഫ്രെഡി, കേക്ക് റെഡി ആയ കാര്യം വിളിച്ചു പറയായിരുന്നല്ലേ? അതെ, വിളിച്ചു പറയണ്ട, ഞാൻ കൊണ്ടുകൊടുത്തിട്ട് വരാം. എന്തിന്? അല്ല അത് വേണോ? അത് വേണമെന്ന് നമ്മള് കുക്ക് ചെയ്ത നന്നായിട്ട് സെർവ് ചെയ്യണം, എന്നാലേ കറക്റ്റ് പ്രോസസ് ആവുള്ളൂ. എന്നാലും അവര് വന്നെടുത്തോണ്ട് പോവില്ലേ? എടുത്തിട്ട് പോണ്ട, നിങ്ങളത് റെഡിയാക്കി ഞാൻ അപ്പം റെഡിയാക്കി വരാം. അപ്പൊ ഇതെന്താ ഫ്രിഡ്ജിലെടുത്ത് നോക്കാം അല്ല മമ്മ? വെക്കാം, ഒരു മിനിറ്റ്. മമ്മ ഫിനിഷിംഗ് താഴോട്ട് വീഴുന്നു അമ്മ. റെഡി. നൈസ്, അത് നന്നായിട്ടുണ്ട്. മറ്റുള്ളവര് നമ്മുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നത് ഡ്രസ് കോഡാണ്. സോ ഐ എം ഓൾവേസ് പെർഫെക്റ്റ് ആൻഡ് നീറ്റ്. വളരെ കറക്റ്റാണ്. ഇവിടെ പോകും. നീ എവിടെ പോണടാ? പപ്പയുടെ കൂടെ കേക്ക് കൊടുക്കാൻ ബർത്ത്ഡേ പാർട്ടിക്ക്. വെൻ ജാ എപ്പ? നൗ. നൗ. പപ്പ ധാരാ നോക്കിയേ, താണ്ട ഡഗ്ലസ് അങ്കിൾ വന്നിരിക്കണ. പപ്പ സാധനം വാങ്ങിച്ചാടാ. അപ്പൊ ഇനി കേക്ക് ഉണ്ടാക്കല്ലോ. ജോലി ഈ കേക്ക് ഉണ്ടാക്കാം നമുക്ക്. ജുലിമ പ്ലീസ് എന്നെ പറഞ്ഞേക്കല്ലേ പ്ലീസ് ജുലിമ. എവിടെ പോയിരുന്നടാ ഇതുവരെ? എന്തോ ജുലിമ, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തിനാണ് ചോദിക്കുന്നത്? തർക്കുത്തരം പറഞ്ഞടാ. അതാ റെഡി. റെഡി. ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ മനോഹരമായ കേക്ക് ജോലി ഉണ്ടാക്കുമായിരുന്നാ? ഞാൻ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നേ. ഞാൻ പോയിട്ട് വന്നിട്ട് ഇവന് ഇത്ര നേരം എവിടെ പോയത്? അതിപ്പോ നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയല്ലോ, പിന്നെന്ത്? ഇല്ല, നീ വരാൻ കാത്തിരിക്കാം ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അവന് സംഭവം പിടിയിട്ട് തുടങ്ങി. അവൻ ചെവി കൊത്തിയോ? ജോ 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 കൈ പിടിച്ച് മാറ്റി മാറ്റേ. ജോമനെ വേണ്ട. ജോലി അറ്റാക്ക്. അങ്ങനെ പറയലെങ്കില് പ്ലീസ്. ജോ 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 ജോലി അറ്റാക്ക് അറ്റാക്ക് അറ്റാക്ക്. ഇനി കടയിൽ പോയി സാധനങ്ങളും വാങ്ങിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് എത്താമോ? പറ ആൾക്കാരോട് സംസാരിച്ചിരുന്ന് സമയം വെറുതെ കളയോ? ഇല്ല ഇല്ല. പറയണ ജോലികൾ അതേപോലെ കൃത്യമായിട്ട് അനുസരിക്കാമോ? ഇല്ല. ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ച് അനുസരിച്ചില്ലെങ്കിൽ ഇതേപോലുള്ള ആചാരങ്ങൾ ഇങ്ങനെ ഞാൻ കൃത്യമായിട്ട് തന്നോണ്ടിരിക്കും. ജോജോ, നേരത്തെ കേക്ക് കൊണ്ടുവന്നില്ലേ പെൺകുട്ടി? ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് ആ കേക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ. ജൂലി, നീ ബർത്ത്ഡേ പാർട്ടിക്കാരെ വിളിച്ചിട്ട് ഇവിടെ വന്ന് കേക്ക് എടുത്തോണ്ട് പോകാൻ പറ. നീ അങ്ങോട്ട് പോകണ്ട. പപ്പ ഓ പപ്പ നേരത്തെ പറഞ്ഞ പോലെ ആ ചേച്ചി വിളിക്കുന്ന അപമാനമായിരിക്കില്ല പപ്പ ഇനി? നീ കൂടെ എന്തൊരാവാനം വരെ എല്ലാം കൊച്ചിന്റെ പ്രാക്കാണ്. ഒരു കണ്ണേ കാണാവൂ.